ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ ഗാസയിൽ എയ്ഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് IDF ഒരു ആക്രമണം നടത്തി 27 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ചൂടേറിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസ് ഞങ്ങൾ ഗാസയ്ക്കുള്ളിൽ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് വരെ ഒരു പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഏതെങ്കിലും വിധേന ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു എയ്ഡ് സപ്ലൈ ഹമാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്ക് ന്യൂസുകളും അതുപോലെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അവസരം മുതലെടുത്ത് ഹമാസ് പല രീതിയിലുള്ള കുക്ഡപ്പ് സ്റ്റോറികളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ ഒരു 27 പേര് കൊല്ലപ്പെട്ടത് സദൻ ഗാസ ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ സദൻ ഗാസ ഏരിയയിൽ ഇസ്രായേൽ IDF ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ടാർഗറ്റഡ് ഓപ്പറേഷനാണ്. അതൊരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. അത് ടാർഗറ്റ് ചെയ്ത തീവ്രവാദികൾക്ക് മേലാണ് ആ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ ഒരു 27 പേര് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. കാരണം ഇസ്രായേലിന് ഡൗട്ടുണ്ട് അത് ഹമാസ് തന്നെ നടത്തിയ അറ്റാക്ക് ആയിരുന്നോ എന്നുള്ളൊരു ഡൗട്ടാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇതേ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാർത്ത, അതായത് റഫ ഭാഗത്ത് 31 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എയ്ഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഒരു കാഷ്വാലിറ്റി ഉണ്ടായതായിട്ട് ഹമാസിന്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇത് അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർത്ത ഫേക്ക് ആണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം. അതായത് ഈ ഒരു റഫ ഭാഗത്ത് 31 പേര് അങ്ങനെ ഒരു വിഷയമേ സംഭവിച്ചിട്ടില്ല, ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് എയ്ഡ് സപ്ലൈ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു എയ്ഡ് സപ്ലൈ ഇസ്രായേലിനെ കൊണ്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ എയ്ഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് US-ന്റെ ഒരു കൺസൾട്ടിംഗ് ഫേം അവർ ഈ എയ്ഡ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് US-ന്റെ 2 കമ്പനികളാണ് ശരിക്കും ഇസ്രായേലുമായിട്ട് ടൈപ്പ് ചെയ്ത് ഈ ഒരു എയ്ഡ് സപ്ലൈ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒരു കൺസൾട്ടിംഗ് ഫേം ഇപ്പം വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഇനി ഇപ്പോൾ ഈ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നില്ല, ഇത് ഓൾറെഡി തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ കാരണം UN-ന്റെ ഇടപെടലുണ്ട്, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഇടപെടലുണ്ട്. ഇത് 2 തരത്തിലെടുക്കാം. ഒന്നെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ സൈഡിലുള്ള ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ പ്രഷർ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ നടത്തുന്ന എയ്ഡ് സപ്ലൈ പ്രോപ്പർ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ എയ്ഡുമായിട്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെ ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഈ ഒരു എയ്ഡ് സർവീസ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും പിന്മാറുന്നത് പോലെ നറേറ്റീവ് സൃഷ്ടിക്കാം. അപ്പൊ 2 ഓപ്ഷനാണ്. അപ്പൊ ഈ 2 വിധത്തിലും ആവാം. പക്ഷെ എങ്ങനെയായാലും ഈ ഒരു അമേരിക്കൻ കൺസൾട്ടിംഗ് ഫേം ഈ എയ്ഡ് സപ്ലൈ ചെയ്യുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് ഹമാസിന്റെ സൈഡിൽ നിന്നും പാലസ്തീനിയൻ ക്രോണിക്കൽ പോലത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഒരു എയ്ഡ് സപ്ലൈ നടത്തുന്ന സ്ഥലത്ത് ഭയങ്കര ക്രൗഡാണ്, ഇനഫ് എയ്ഡ് ബോക്സുകൾ സപ്ലൈ ചെയ്യപ്പെടുന്നില്ല, അതായത് ഓർഗനൈസ്ഡ് ആയിട്ടല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള നിലയിൽ പല റൂമേഴ്സും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഈ പുറത്തുവിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇസ്രായേലിന്റെ മേളിൽ പ്രഷർ ഇടാനും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ധരിപ്പിക്കാനും വേണ്ടിയിട്ട്, അതായത് ഇത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനറിലല്ല ഇവിടെ എയ്ഡ് സപ്ലൈ നടക്കുന്നത് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു കുട്ടികൾ ഇന്ന് മരിക്കും നാളെ മരിക്കും പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് എയ്ഡ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമാണ്. കാരണം ഈ എയ്ഡ് സപ്ലൈ തിരിച്ച് ഹമാസിന്റെ കൈകളിൽ പോയാൽ മാത്രമേ ഹമാസിന് സർവൈവൽ ഉള്ളൂ. കാരണം ഈ എയ്ഡ് സപ്ലൈ ചെയ്തുകൊണ്ട് ജനങ്ങളെ കൺട്രോൾ ചെയ്യാം. കാരണം ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു എയ്ഡ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ത്രൂ ഈ എയ്ഡ് സപ്ലൈ ചെയ്യുന്ന ഡ്രൈവേഴ്സിൽ ഇവരുടെ ആൾക്കാരെ കയറ്റിയിരുത്തി ഇവർക്ക് ആയുധങ്ങൾ ഉള്ളിലോട്ട് കടത്താം. എന്നിട്ട് ഇവർക്ക് നിരന്തരം IDF-നെ ഇങ്ങനെ കൺഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നടക്കാതെ പോകുന്നതിന്റെ വിഷമമാണ് ഈ ഒരു എയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിരന്തരമായിട്ട് ഈ ഒരു 10-20 ദിവസം കൊണ്ട് ഈ ഒരു എയ്ഡിന്റെ പുറകിൽ ഹമാസ് കിടന്ന് ഇങ്ങനെ കൈയും കാലിട്ട് അടിക്കുന്നത്. അതാണ് ഇപ്പൊ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസയ്ക്കുള്ളിൽ വന്നിട്ട് ഈ ഒരു 27 പേരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ആരും വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് അല്ല, ഒറ്റ മനുഷ്യന്മാരോട് വരേണ്ട ആവശ്യമില്ല. അതായത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസ ഇസ്രായേലിന്റെ ടെറിട്ടറി ആണ് എന്ന് പറയാതെ പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടരെ അവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഇസ്രായേൽ അവരെ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇടുന്നത്. അതായത് ഒരു സ്ഥലം എൻ്റെ ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് ഓർഡർ ഇടാൻ കഴിയുള്ളൂ. ഗാസ ഇസ്രായേലിന്റെ ആണ് എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിന്ന് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നേരിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹമാസ് US-ന്റെ പ്രൊപ്പോസൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ വരെ ഹമാസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ബാക്ക്ഡോർ ചർച്ച, അതായത് ഇൻഡയറക്റ്റ് ടോക്കിന് തയ്യാറാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിന്റെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത്
റീഡിപ്ലോയിങ് IDF ഇൻ ഗാസ. ഗാസയിലെ IDFന്റെ റീഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റ് മാറ്റിയാൽ ശരിക്കും ഈ ഒരു സീസ്ഫയർ ഡീല് ഹമാസ് അംഗീകരിച്ചേനെ. പക്ഷെ ആ പോയിന്റ് മാറ്റാൻ ഇസ്രായേൽ തയ്യാറല്ല, ആ പോയിന്റ് മാറ്റാൻ സ്റ്റീവ് വിറ്റ്കോഫും തയ്യാറല്ല. ഇസ്രായേൽ തയ്യാറാകാതെ എങ്ങനെയാണ് സ്റ്റീവ് വിറ്റ്കോഫ് സ്വന്തമായിട്ട് തയ്യാറാകുന്നത്? അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഈ ഒരു പ്രപ്പോസലിനെ ഹമാസ് നിരുപാധികം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. അതായത് IDF ഇപ്പം കംപ്ലീറ്റ്ലി ഈ ഒരു 3 സൈഡിലായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതായത് ഗാസയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിലും IDFന്റെ ചെക്ക് പോസ്റ്റും പോയിന്റുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതായത് ഞാൻ പറഞ്ഞ ഈ റെഡ് കളറിന്റെ ഉള്ളിലും IDF ഉണ്ട്. പക്ഷേ ഇപ്പൊ ഗ്രൗണ്ട് ഫോഴ്സ് ഇറക്കിയിരിക്കുന്നത് ഈ 3 സൈഡിലുമാണ്. ഈ 3 സൈഡിലും ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കിയിട്ട് ഇത് ഏതാണ്ട് ഒരു 80,000 ട്രൂപ്പ് ഉണ്ട് ഈ ഒരു 3 സൈഡിലുമായിട്ട്. ഈ ഒരു 80,000 പേരിൽ ശരിക്കും 50% ആണ് അറ്റ് എ ടൈമിൽ ഈ ഒരു ഓപ്പറേഷനിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവർ തികച്ചും ഈ ഒരു 3 സൈഡിൽ നിന്നും ഗാസയെ ഇപ്പം ഇങ്ങനെ ഞെരുക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹമാസിന്റെ ടീമുകളെല്ലാം തന്നെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇവരെ മൊത്തത്തിൽ കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ പക്കലും ഹമാസിന്റെ പക്കലും കൂടുതൽ കാഷ്വാലിറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ചുരുങ്ങിയ സ്ഥലവും ഹമാസിന്റെ ഒളിത്താവളങ്ങളാണ്. ഇപ്പൊ ഹമാസ് കംപ്ലീറ്റ്ലി ഈ ഒരു 3 സൈഡിൽ നിന്നും ഒതുങ്ങി ഈ ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ അങ്ങോട്ട് ഗ്രൗണ്ട് ഓപ്പറേഷനാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്ററപ്ഷൻ അമേരിക്കയുടെയോ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആൾക്കാരുടെ പ്രത്യേക നിർദ്ദേശമോ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും തടയിടാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ ഇസ്രായേൽ എന്തായാലും അവരുടെ ടാർഗറ്റിൽ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ ഒരു ജൂവിഷ് റാലി പ്രൊട്ടസ്റ്റ് ഇന്നലെ നടന്നായിരുന്നു. അതായത് ഈ കൊളറാഡോയിൽ ഉണ്ടായ ഒരു ആക്രമണം, ഒരു ഈജിപ്ഷ്യൻ പൗരൻ നടത്തിയ ആക്രമണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു ജൂവിഷ് റാലി, ഒരു പ്രൊട്ടസ്റ്റ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ഗോ എന്നാണ്. അതായത് ഇതുപോലത്തെ തീവ്രവാദികളെയൊക്കെ അമേരിക്ക സംരക്ഷിക്കേണ്ടതില്ല, ഇവരെയൊക്കെ പറഞ്ഞു വിടുക എന്നുള്ള നിലയിലാണ് ലെറ്റ് ദം ഗോ എന്നുള്ളൊരു ടാഗ് ലൈനിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ നടത്തിയത്. ഇനി ഈ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ പൗരൻ, അയാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വളരെ ഫേമസ് ആണ്, ജർമ്മനിയിലുണ്ട്. അതായത് ഈ ഒരു സിറിയയുടെ ഭാഗത്ത് നിന്ന് പോയ റെഫ്യൂജികളുടെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു ഗ്ലോബലൈസ് ഇന്തിഫാദയുടെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം ഈ പാലസ്തീനെ അനുകൂലിക്കുന്ന രീതിയിൽ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടാഗ് ലൈനുമായിട്ടാണ് പല സ്ഥലത്തും പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതേ സംഘടനയാണ് അമേരിക്കയിലും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ തിരികൊളുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ കുറച്ച് പാലസ്തീനി യുവാക്കളെ പിടികൂടിയിട്ടുണ്ട്. ഇവര് ഇസ്രായേലിന്റെ ഉള്ളിൽ കടന്നു കയറി IDFന്റെ ഡമ്മി യൂണിഫോം ധരിച്ചുകൊണ്ട് ഇവര് ജെറുസലേം ഹൈവേയിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്ന സാഹചര്യത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഷിൻബെറ്റ് ആണ് കൃത്യമായിട്ട് കണ്ടെത്തുകയും ഷിൻബെറ്റിന് കിട്ടിയ ഇന്റലിജൻസ് ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ പാലസ്തീനികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരുപാട് പാലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല നെഗോസിയേഷൻസിലും ഹമാസ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുമ്പോഴത്തേക്കും 100 കണക്കിന് പാലസ്തീനികളെ ചോദിക്കുന്നുണ്ടല്ലോ. ആ 100 കണക്കിന് പാലസ്തീനികളും ഇതേപോലത്തെ വിഷയങ്ങളിലൊക്കെ, ഇതേപോലെ വ്യത്യസ്ത തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം. അപ്പൊ തികച്ചും ഈ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഈ എയ്ഡ് സർവീസ് എങ്ങനെയെങ്കിലും ഹമാസ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.